നമസ്കാരം പ്രിയമുള്ളവരെ. രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്ക് ഒരു അഭിമാന ദിവസം, അതായത് PM സമ്മാൻ നിധി, പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 20ാമത്തെ ഗഡു ഇന്നലെ മുതൽ, അതായത് 2025 ജൂൺ 20 മുതൽ കൊടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഏവരെയും അറിയിക്കുന്നു. അപ്പോൾ കർഷകരായിട്ടുള്ള ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരും നിങ്ങളുടെ പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ബാങ്ക് അക്കൗണ്ടിൽ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന 3 കാര്യങ്ങൾ PM കിസാൻ പദ്ധതിയിൽ എൻ്റെ മുകളിലത്തെ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് കാണാം. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരാൻ ചാൻസ് കുറവാണ്. അതിലൊന്ന് EKYC ചെയ്ത ആളുകൾ ഫോണിൽ ചില സമയങ്ങളിൽ മെസ്സേജ് വരും. അപ്പോൾ ആ മെസ്സേജ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ പൈസ അക്കൗണ്ടിൽ വരാൻ താമസമെടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ EKYC നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കാരണവശാൽ EKYCയിൽ പ്രശ്നം ഉണ്ടായെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അവർ അറിയിക്കും. ആ അറിയിക്കുന്ന വേളയിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പൈസ വരികയില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആധാർ കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ EKYCയിൽ നിങ്ങളുടെ ആധാർ അടിക്കുമ്പം ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങളുടെ അത് EKYC ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആളുകൾ ഒന്നുകൂടെ EKYC ചെയ്ത് അത് ക്ലിയർ ആക്കേണ്ടതാണ്. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ ആധാറും നമ്മുടെ കരമടച്ച രസീതും തമ്മിൽ ചെക്ക് ചെയ്യണം. അത് ലാൻഡ് സീഡിങ് നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ലാൻഡ് സീഡിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സൈറ്റിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളത് കൃഷി ഓഫീസിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അത് എയിംസ് പോർട്ടൽ വഴി നമുക്ക് ആധാർ അടച്ച രസീത് ലിങ്ക് ചെയ്യാവുന്നതാണ്. അതുപോലൊപ്പം തന്നെ വേറൊരു പ്രധാന കാര്യം ചെക്ക് ചെയ്യേണ്ട, ബാങ്കിൽ നിങ്ങൾ ആധാറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അത് നേരത്തെ കൊടുത്തിരുന്ന ഫോൺ നമ്പർ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം തന്നെ ബാങ്കിൽ EKYC കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇതിൽ വരികയുള്ളൂ. നമ്മുടെ ഈ PM കിസാൻ സമ്മാന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊരു 2 വാക്ക് പറയുന്നു. PM സമ്മാന പദ്ധതിയിൽ ഏകദേശം 20 കോടിയോളം രൂപയാണ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ അതിനായി വിനിയോഗിക്കുന്നത്. അത് ഒറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിൽ തന്നെ നമ്മുടെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റായിട്ടാണ് ഈ പേയ്മെൻറ്റ് വരുന്നത്. ഇടനിലക്കാരൊന്നുമില്ലാതെ കൃത്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സേഫ്റ്റി അതിന് വെച്ചിരിക്കുന്നത്. ഇത് 3 ഘട്ടങ്ങളായിട്ടാണ് ഈ പേയ്മെൻറ്റ് വരുന്നത്. 2000 രൂപ വെച്ച് 3 ഗഡുക്കളായിട്ടാണ് ഇവരുടെ അക്കൗണ്ടിൽ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഏപ്രിൽ ജൂൺ ആദ്യഘട്ടം, അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ 2ാം ഘട്ടം, പിന്നെ ഡിസംബർ മാർച്ച്, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ 2025 ആദ്യ ഇൻസ്റ്റാൾമെൻ്റാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കർഷകരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഇത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്കടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ, കടങ്ങന്നൂരിലുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സെൻറ്ററിൽ നല്ല തിരക്ക് വരുന്ന ടൈമുകളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാൻ പറ്റില്ല. ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് അറ്റൻഡ് ചെയ്യുന്നതും ആയിരിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നോക്കണമെങ്കിൽ നല്ല ടൈം വേണം. ഇത് ടൈം വേണ്ടുന്നതായതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 4:30-5 മണിക്ക് ശേഷം എത്തുക. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ 9:30 കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിച്ചിട്ട് എത്തുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയത്. ഒന്നാമത് സൈറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ ഒരാളുടെ നോക്കണമെങ്കിൽ തന്നെ ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ ഞാൻ പറയുന്ന സമയത്ത് വന്നാലേ നമ്മളത് അറ്റൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് അത് വേറെ എവിടെ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST. ബൈ ബൈ, ടേക്ക് കെയർ.